ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഡോട്ട് കോയിൻ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓൾറെഡി ഡോട്ട് കോയിൻ്റെ ഫുൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഡോട്ട് കോയിൻ എന്താണ്, എങ്ങനെയാണ് മൈനിങ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്തവർ തീർച്ചയായിട്ടും ഒരു ഫുൾ വീഡിയോ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്കും ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പുതിയ വന്നിരിക്കുന്ന വാലറ്റ് കണക്ഷൻ മാത്രമാണ്. അതാണ് പുതുതായിട്ട് ആകെ വന്നിട്ടുള്ളത്. പിന്നീട് DTC മൈനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ വാലറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. DTC അത്യാവശ്യമായിട്ടുണ്ട്. ഈ ഒരു കോയിനാണ് നമുക്ക് ലിസ്റ്റ് ആകാൻ പോകുന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. അപ്പോൾ ക്ലെയിം സ്റ്റാർട്ട് ആയിട്ടില്ല. DTC എൻ്റെ ഡോട്ട് കോയിൻ 510 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂസ്റ്റ് പോയാലാണ് നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ബൂസ്റ്റ് എന്നാലാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ലെവൽ 7 വരെ ഞാൻ എത്തിയിട്ടുണ്ട്. ലെവൽ 8ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 6.4 മില്യൺ കോയിൻസ് എൻ്റെ കയ്യിൽ വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 3.7 മില്യൺ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ലെവൽ 7 എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലെവൽ കയറണമെങ്കിലും ഓരോ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യണം. ലെവൽ 1 എത്തണമെങ്കിൽ 1 ഫ്രണ്ട്, ലെവൽ 2 ആണെങ്കിൽ 2 ഫ്രണ്ട്, അങ്ങനെ ലെവൽ 7 വരെ എത്തിയപ്പോഴേക്കും എനിക്ക് 7 ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻവൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു തലവേദനയായി വരുന്നുണ്ട്. ഹാംസ്റ്റർ കോമ്പാൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം, നമുക്ക് എന്താണ് ഇത് ചെയ്യാനുള്ളൊരു പ്രതിവിധി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡോട്ട് കോയിനിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അല്ല അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു DTC മൈനിങ് അപ്ഗ്രേഡ് ചെയ്യാതെ വേറെ വഴിയില്ല. DTC മൈനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇന്ന് വാലറ്റ് കണക്ഷനാണ്. വാലറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന ടോൺ ബ്ലോക്ക് ചെയിനിൽ വരുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൺഫേം ന്യൂസാണ്. ഓൾറെഡി ഇവർ ട്വിറ്ററിലൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞു വെനം ബ്ലോക്ക് ചെയിനിലാണ് വരുന്നതെന്നുള്ളത്. ഞാൻ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ന്യൂസാണ് എന്നുള്ള കാര്യം. ടോൺ ബ്ലോക്ക് ചെയിൻ നമുക്ക് പറയാം എല്ലാ ഭൂരിഭാഗം പ്രോജക്ട്സും ടോൺ ബ്ലോക്ക് ചെയിനിലാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഗ്രോത്താണ് നമുക്ക് ടോൺ ബ്ലോക്ക് ചെയിനിൽ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സക്സസ്ഫുൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ടോൺ ബ്ലോക്ക് ചെയിൻ തന്നെയാണ്. ഓക്കെ, ടെലഗ്രാമിൻ്റെ സ്വന്തം ബ്ലോക്ക് ചെയിനാണ്. അപ്പോൾ യൂസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഫ്യൂച്ചറിൽ നമുക്ക് പുതിയ അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും. പക്ഷേ ഈ വെനം ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലിംഗ് പ്രൊജക്റ്റാണ്, ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഷിപ്പാണ് അല്ലെങ്കിൽ കപ്പലാണെന്ന് നമുക്ക് പറയാം. നിങ്ങളിപ്പോൾ റേറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും കഴിഞ്ഞ ഒരു വീക്കിൽ 68% ഈ ഒരു ബ്ലോക്ക് ചെയിൻ വെനം ബ്ലോക്ക് ചെയിൻ്റെ വാല്യൂ ഇടിഞ്ഞിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് കണ്ടീഷൻ എത്ര മോശമാണെന്ന് പറഞ്ഞാലും പ്രൊജക്റ്റും കൂടെ മോശമായതുകൊണ്ടാണ് അങ്ങനെ താഴേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫെയിലിംഗ് പ്രൊജക്റ്റിൽ എന്തിനാണ് വീണ്ടും ഇവർ പോയി കയറുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. വെനം ബ്ലോക്ക് ചെയിനിൽ ഒരു റെവല്യൂഷണറി ചേഞ്ച് വന്നാൽ മാത്രമേ ആ ഒരു ബ്ലോക്ക് ചെയിൻ ഇനി ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റിലേക്ക് വീണ്ടും ഈ ഡോട്ട് കോയിൻ പോയി കയറുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ചേഞ്ചിന് വേണ്ടി ചിന്തിച്ചാണെന്ന് അറിയില്ല. എല്ലാവരും ടോണിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളെന്താ വെനമിലേക്ക് വരാം എന്നുള്ളൊരു ചിന്തയാണോ, അല്ലെങ്കിൽ ഇവർക്ക് ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ടാണോ, എനിക്കറിയില്ല എന്താണ് കേസ് എന്നുള്ളത്. എന്തായാലും ഇത് വളരെ മോശം തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വാലറ്റ് കണക്ട് ചെയ്യാൻ എന്താ നോക്കാം. വാലറ്റ് കണക്ട് ചെയ്യാൻ നിങ്ങൾ ആദ്യം വെനം ബ്ലോക്ക് ചെയിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പറയുന്നത് വെനം ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ വെനത്തിൻ്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തേ പറ്റും. അതിലൂടെയാണ് നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വെനം മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആവും. ആപ്പിൾ സ്റ്റോറിൽ വെനം ബ്ലോക്ക് ചെയിൻ വാലറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലാത്തവർ ഒരു ആൻഡ്രോയിഡ് യൂസ് ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മെറ്റാമാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ മെറ്റാമാസ്ക് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ സൈൻ ഇൻ വിത്ത് സീഡ് ഫ്രൈസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സീഡ് ഫ്രൈസ് കൊടുത്താൽ നിങ്ങൾക്ക് ഏത് വാലറ്റ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെലക്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സീഡ് ഫ്രൈസ് കൂടെ കാണും. ഇത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കണം. ഇത് പോയാൽ റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വെനത്തിൻ്റെ ആപ്പ് ഓപ്പൺ ആവുന്നതാണ്. ടെലഗ്രാമിലൊക്കെ വന്നതിന് ശേഷം വീണ്ടും വാലറ്റിലേക്ക് വരിക. വാലറ്റിലേക്ക് വരുമ്പോൾ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ വെനം മൊബൈൽ ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെനം ബ്ലോക്ക് ചെയിൻ്റെ ബ്രൗസറിനകത്ത് നമ്മളുടെ ഡോട്ട് കോയിൻ്റെ പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യട്ടെ ചോദിക്കും. ജസ്റ്റ് കണക്ട് കൊടുക്കുക. കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യുവർ വാലറ്റ് ഈസ് സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്ന് പറയുന്നത് റിട്ടേൺ ടു ദി ഗെയിം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് കണക്ട് ആയത് കാണാൻ പറ്റും. ഓക്കെ, എനിക്കിപ്പോൾ കണക്ട് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റീഫ്രഷ് എന്തെങ്കിലും ചെയ്ത് നോക്കുക. അപ്ഡേറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തേക്കാം. അപ്പോൾ നിങ്ങളുണ്ടോ ഇവിടെ റീഫ്രഷ് ചെയ്തപ്പോൾ എൻ്റെ വാലറ്റ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കണക്ട് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും നിലവിലില്ല. ഇപ്പോൾ എന്തായാലും നമ്മുടെ വാലറ്റ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. എന്നാണ് വിഡ്രോവൽ എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത അപ്ഡേറ്റ്സ് വരുമ്പോൾ ടെലഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.